ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ലോ. ഇന്നലത്തെ ആ ഒരു മൊമെന്റം ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഏകദേശം 24,738 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. 24,740 എന്നൊരു റേഞ്ച് ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ പിന്നിടാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. പൊതുവെ ആദ്യം ഒരു ഘട്ടം പരിശോധിക്കുമ്പോഴേക്കും ഒരു മിക്സർ ആയിട്ടുള്ള സെക്ടേഴ്സ് ആയിരുന്നു കണ്ടതെങ്കിൽ ഇപ്പോൾ ഭൂരിഭാഗം സെക്ടേഴ്സും ഓട്ടോ ഒഴികെ മറ്റെല്ലാ സെക്ടേഴ്സിലും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയാണ് മറ്റ് അപ്ഡേറ്റ്സ് നിഖിൽ? അല്ല സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നിലവിൽ ഇപ്പോൾ നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5%-ഉള്ളൊരു നേട്ടം നിഫ്റ്റി സൂചികയുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നു. ഏകദേശം 120 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 24,745 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിലവിൽ 30 ഓഹരികൾ ഇടിവിൽ നിൽക്കുമ്പോൾ 20 ഓഹരികളെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു നേട്ടം ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, അതായത് റിലയൻസിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു നേട്ടമാണ് നിഫ്റ്റി ഇപ്പോൾ മുൻപോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 2.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടത്തിലേക്ക് റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഓഹരികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. കൂടാതെ ഇറ്റേണൽ പരിശോധിക്കുകയാണെങ്കിൽ 1.25%-ഉള്ളൊരു നേട്ടം, NTPCയിൽ 1.25%-ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ബജാജ് ഫിനാൻസിന്റെ ഓഹരികൾക്കും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന്റെയും മറ്റൊക്കെ ഓഹരികൾ ഏകദേശം 0.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. ഇൻഫോസിസിന്റെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5%-ഉള്ളൊരു ഇടിവുണ്ടാകുന്നു. ഹിൻഡാൽക്കോയും ഇതേ തോതിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾക്കും ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. പക്ഷേ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഈ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് വിപണിയെ തന്നെ നിലവിൽ ഇപ്പോൾ മുൻപോട്ട് നയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5%-ഓട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 54,117 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ ഏകദേശം 1.5% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. കാനറ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1% മുകളിലും, ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഹരികൾക്കും ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കും. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഹരികൾക്ക് 1%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. അങ്ങനെ ഒരു ഇൻ ജനറലി പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പല ബാങ്കിങ് ഓഹരികൾക്കും ഒരു മികച്ച ഒരു പെർഫോമൻസ് നിലവിൽ നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ നിന്നും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. എങ്കിലും AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെയും മറ്റൊക്കെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 1.25%-ഓളമുള്ളൊരു ഇടിവ് AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഓഹരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സെക്ടേഴ്സിന്റെ ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അനില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി ഓട്ടോ സൂചിക മാത്രം വളരെ മാർജിനലായിരിക്കുന്ന ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ടിട്ടുള്ള ബാക്കി എല്ലാ സൂചികകൾക്കും ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി മീഡിയം മറ്റൊക്കെ നിലവിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടത്തിൽ എത്തിയിരിക്കുന്നു. നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇതേ തോതിലുള്ള ഒരു നേട്ടം തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കാനും സാധിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റി സൂചിക നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 892 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയിൽ നിലവിലൊരു ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നുവാമയുടെ ഒരു ഔട്ട്ലുക്ക് കൂടി നിലവിൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ ഒരു രജിസ്ട്രേഷനും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ മുംബൈ റീജിയൻസിലും മറ്റൊക്കെ ഒരു രജിസ്ട്രേഷനും മറ്റൊക്കെ ഒരു സോഫ്റ്റ് എൻഡ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് നുവാമ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ പരിശോധിക്കുമ്പോൾ രജിസ്ട്രേഷൻസ് 3%-ഓളം, മന്ത് ഓൺ മന്ത് ഏകദേശം ഒരു 11%-ന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ട് 11,230 യൂണിറ്റ് എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് ഇപ്പോൾ രജിസ്ട്രേഷൻസ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എങ്കിലും വാല്യൂ മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിലും രജിസ്ട്രേഷൻ്റെ ടോട്ടൽ വാല്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 6%, മന്ത് ഓൺ മന്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 11%-ന്റെ ഒരു ഇടിവുണ്ടാകുന്നു. ടോട്ടൽ എമൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 16,700 കോടി രൂപയുടെ ഒരു രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു ആദ്യ പകുതിയിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇടിവുണ്ടായത്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് ഒരു പിന്തുണ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടാതെ നിലവിൽ ഇപ്പോൾ അവരിപ്പോൾ നുവാമയുടെ ഒരു ഔട്ട്ലുക്ക് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഈ ഒരു 2025 കാലണ്ടർ ഇയറിലും മറ്റൊക്കെ ഒരു മികച്ച ഒരു പെർഫോമൻസും മറ്റൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് സാധിക്കും എന്നൊരു വ്യൂ തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നിലവിലിപ്പോൾ നുവാമ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർഗേജ് ലോൺസിലും മറ്റൊക്കെ ഒരു റേറ്റ് കട്ടും മറ്റൊക്കെ നടത്തിയിരിക്കുന്നത് മുൻപൈ അടക്കമുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള
റിയൽ എസ്റ്റേറ്റ് മേഖലയിലും മറ്റൊക്കെ റിയൽ എസ്റ്റേറ്റിനും മറ്റൊക്കെ വലിയ രീതിയിൽ ഒരു കുതിപ്പ് നൽകും എന്നൊരു കാര്യം നിലവിൽ ഇപ്പോൾ നുവ ചൂണ്ടിക്കാണിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് നിലവിൽ ഇപ്പോൾ തങ്ങളുടെ ടോപ്പിക്കായിട്ട് ലോധ, ഒബ്രോയ് റിയൽറ്റി, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, സൺടെക് എന്നീ പറയുന്ന കമ്പനികളെയാണ് നിലവിൽ ഇപ്പോൾ തങ്ങളുടെ ഒരു ടോപ്പിക്കായിട്ട് നുവാമ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഈ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിലും മറ്റൊക്കെ ഉള്ള ഗോദ്രേജിനെയും മറ്റൊക്കെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 2% നേട്ടമുണ്ട്. റെയ്മണ്ട് പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഫീനിക്സ് മിൽസിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒരു ഔട്ട് പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഏകദേശം ഒരു 4% മുകളിലുള്ളൊരു നേട്ടം ഫീനിക്സ് മിൽസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോൾ DLF 1.25%, ഒബ്രോയ് റിയൽറ്റിയുടെ ഓഹരി ഏകദേശം 1% മുകളിലുമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. ലോധ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു നേട്ടം ഇപ്പോൾ ലോധ ഡെവലപ്പേഴ്സിൻ്റെ ഓഹരികൾക്കും കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി മീഡിയയിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.5%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1630 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ട് പറയേണ്ട ഒരു കാര്യം, നസാറ ടെക്നോളജീസ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാർജിനലായിരിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ കൂടി ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നു. കൂടാതെ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള മറ്റ് കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ സൺ ടി വിയും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 5%-ഓളമുള്ളൊരു നേട്ടമുണ്ടാകുന്നു. സരേഗമ 3% ഒരു നേട്ടം രേഖപ്പെടുമ്പോൾ സി എൻ്റർടൈൻമെൻറ്റ്സ് 1.5% മുകളിലും ഡെൻ നെറ്റ്വർക്സിൻ്റെ ഓഹരികൾ 2.25% മുകളിലുമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. എന്നാലും PVR ഐനോക്സിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് നിലവിൽ ഇപ്പോൾ PVR ഐനോക്സിൻ്റെയും മറ്റുമൊക്കെ ഓഹരികളിൽ നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. നിഫ്റ്റി എനർജിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും നിലവിൽ ഒരു മികച്ച ഒരു പെർഫോമൻസ് നിഫ്റ്റി എനർജി സൂചികയും രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 1.25% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 34,566 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി എനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ജയപ്രകാശ് പവറിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ ഏകദേശം 1% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പരിശോധിക്കുകയാണെങ്കിൽ 2% മുകളിലുള്ളൊരു നേട്ടത്തിലേക്ക് പോകുമ്പോൾ CSEയുടെ ഓഹരികൾ ഏകദേശം 1%-ഓളമുള്ളൊരു നേട്ടത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നു. നിഫ്റ്റി ബാങ്ക് സൂചിക ഒരു 0.25% ഒരു നേട്ടവും നിലവിൽ ഇപ്പോൾ രേഖപ്പെടുന്നുണ്ട്. അതിനുള്ള മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് നിലവിലിപ്പോൾ ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റയെക്കുറിച്ചിട്ട് മോത്തിലാലിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നിലവിൽ ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മോത്തിലാൽ ഇപ്പോൾ ഓട്ടോ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2 വീലർ സെഗ്മെൻറ്റും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് ട്രെൻഡ് വിസിബിൾ ആകുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഡിമാൻഡ് പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ ഒരു റിവൈവൽ ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ ഈ ഒരു GST റേറ്റ് കട്ടും മറ്റൊക്കെ വരുന്നതോടുകൂടി തന്നെ ഈ ഒരു ഓട്ടോ സെയിൽസ് ഡാറ്റയിലും മറ്റൊക്കെ കൂടുതൽ മികച്ച പ്രകടനം മറ്റൊക്കെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ ഒരു വീക്കർ ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റ് ആയിരുന്നു ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതായത് ഈ ഒരു GST റീസ്ട്രക്ചറിങ്ങും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സും മറ്റൊക്കെ അവരുടെ കൺസംഷൻ ഡിലേ ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഈ ഒരു കാരണത്തിൽ നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും കുറഞ്ഞ ഒരു വിലയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് നടത്തിയിരിക്കുന്ന ഒരു നീക്കമായിട്ട് മാത്രമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. എങ്കിൽ കൂടിയും കുറേയും കൂടി എക്കണോമിക്കലായിട്ടുള്ള 2 വീലർ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തുടരും എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് അവസാനമായിട്ട് വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 0.5% ഒരു നേട്ടം ഉണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് ഒരു മാർജിനിലായിരിക്കുന്ന നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. അനില.